ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ബുധനാഴ്ച കൂടെ ദൈവവചനം ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനും അവസരത്തിനും വേണ്ടി നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നാണ്. ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കടന്നു വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് ചില പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കാൻ സാധിച്ചില്ല. എന്നാൽ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. മുഴുവൻ കാര്യങ്ങളല്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ആവർത്തിച്ചിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. കർത്താവും നഥനിയേലും ആയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നഥനിയേലിനെ ഫിലിപ്പോസ് ആണ് കർത്താവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഫിലിപ്പോസും പത്രോസിന്റെ സഹോദരൻ അവരൊക്കെ ബേത്സയിദക്കാരാണ്. ബേത്സയിദ ഗലീലയിലെ ഒരു പട്ടണമാണ്. കർത്താവ് ശാസിച്ച പട്ടണങ്ങളിൽ ഒന്നാണ്. എന്നാൽ വലിയ ദൈവകൃപ അവിടെ വെളിപ്പെട്ടു. അവിടുന്ന് ചിലര് കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുകയും അവർ ഉന്നതരായി തീരുകയും ചെയ്ത കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മറ്റൊന്ന്, നഥനിയേലിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ ചെയ്ത ഫിലിപ്പോസിനെ കുറിച്ച് നാം ചിന്തിച്ചതാണ്. നഥനിയേലിനെ കണ്ട ഉടനെ കർത്താവ് പറഞ്ഞു, സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ആ വാക്കുകളിൽ കാണാൻ കഴിയും. ലോകത്തിൽ ആർക്കും ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ കഴിയും. എന്തെങ്കിലും ചില പരിചയങ്ങളോ ആരെങ്കിലും പരിചയപ്പെടുത്തുകയോ ചെയ്താൽ ചില കാര്യങ്ങൾ അറിയും. എന്നാൽ മുറ്റും അറിയുന്ന കർത്താവ് നഥനിയേലിനോട് പറഞ്ഞു, സാക്ഷാൽ ഇസ്രയേലിൽ ഇവനിൽ കപടമില്ല. ആ ഇസ്രയേൽ എന്നുള്ള വാക്ക് അതിൻ്റെ ഒറിജിൻ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം യാക്കോബിനെ വിളിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലു പിടിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി ഇസ്രയേൽ എന്നായിരിക്കും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യഹോവ അവനോട് പറയുന്നുണ്ട്, നീ ഇസ്രയേൽ തന്നെ. എപ്പോഴാ? അവനും അവൻ്റെ വീട്ടിലുള്ളവരും വസ്ത്രം മാറി കുളിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന അന്യദേവന്മാരെ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് ആ വിഗ്രഹങ്ങളെല്ലാം ഒരു കരിവേലകത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. പുതിയ ഡ്രസ്, പുതിയ പാരമ്പര്യം, പുതിയ അനുഗ്രഹം, പുതിയ ചിന്ത. യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഇപ്പോൾ നീ ഇസ്രയേല്യൻ തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാക്യം വായിച്ചതാ. കർത്താവ് നഥനിയേലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. 32-ാം സങ്കീർത്തനം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. അത് വായിക്കുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ
ഭാഗ്യവാൻ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയട്ടെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. വാസ്തവത്തിൽ ആ ലംഘനവും പാപവും ഒരേ ആശയം തന്നെയാണ്. അതാരും മറയ്ക്കണം? സ്വർഗത്തിലെ ദൈവം മറയ്ക്കണം. അനേകരെ നീതിമാന്മാരാകാൻ അവർ തന്നെ മറയ്ക്കുകയാണ്. അവർക്കൊരിക്കലും അത് മറയ്ക്കാൻ പറ്റുകയില്ല, ഹൈഡ് ചെയ്യാൻ പറ്റുകയില്ല. ദൈവം അത് മറയ്ക്കണം. വിശ്വാസത്താലുള്ള നീതീകരണം റോമാലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുമ്പോൾ ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. അതിനോട് ചേർന്നൊരു വാക്യമാണ് ആത്മാവിൽ കപടമില്ലാത്തത്. കർത്താവ് നഥനയേലെ നോക്കിയിട്ട് പറഞ്ഞു, സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല, വഞ്ചനയും ചതിവും ആ നിലയിലുള്ള ഒരു സ്വഭാവം ഇവനിലില്ല. ഇനിയും ആ വാക്യത്തിന്റെ 48 വാക്യം ഒന്ന് വായിക്കട്ടെ. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, അവിടെ 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് കഴിഞ്ഞ ദിവസം. 1 റബി, 2 നീ ദൈവപുത്രൻ, 3 നീ ഇസ്രയേലിന്റെ രാജാവ്. 2 വാക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റബി എന്ന് പറഞ്ഞ ഗുരു. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പോലൊരു ഗുരു ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഗുരുവിന്റെ പഠിപ്പിക്കൽ വളരെ ലളിതമാണ്. സാമാന്യരായ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു. എന്താ ആധികാരികത ആ വാക്കിനുണ്ട്? നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പോലെ ഇത്ര വിശിഷ്ടനായ ഒരു ഗുരുവിനെ ലോകം കണ്ടിട്ടില്ല. ലോകത്തിലെ മഹാന്മാരും നമ്മൾ വിചാരിക്കുന്ന അനേകരും നമ്മുടെ കർത്താവിന്റെ സംഭാഷണം കേട്ട് ഞെട്ടിപ്പോട്ടു. 2, നീ ഇസ്രയേലിന്റെ രാജാവ്. യഹൂദന്മാരുടെ പ്രതീക്ഷയാണ് മശിഹ വരും. ആ മശിഹ വരുന്നത് ഇസ്രയേലിനെ ഭരിക്കാനാണ്. നീ രാജാവാണ്, നീ ഇസ്രയേലിന്റെ രാജാവാണ്. നോക്കുക, അതിനിടയ്ക്കൊരു വാക്യമുണ്ട്, നീ ദൈവപുത്രൻ. ഈ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നീ ദൈവപുത്രൻ. നമുക്കറിയാം, പിതാവിന്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രൻ, പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ടവൻ എന്നാ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് പുറപ്പെട്ടവനാണ്. പുത്രനെ കുറിച്ച് അങ്ങനെ വായിക്കുന്നുണ്ട്, നീ ദൈവപുത്രൻ. ഞാൻ ചോദിക്കട്ടെ, നഥനയേലിന് എങ്ങനെ ഈ ചിന്ത ഉണ്ടായി? നേരത്തെ ഇവിടുന്ന് നഥനയേലിന്റെ കർത്താവുമായിട്ട് ഒരു പരിചയവുമില്ല. എങ്ങനെ ഈ ചിന്ത നഥനയേൽ വന്നു? പത്രോസിനോട് പറഞ്ഞത് നമുക്കറിയാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ, ബറയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്. ഞാൻ വിചാരിക്കുന്നത്, പിതാവ് നഥനയേലിൽ വെളിപ്പെടുത്തി കൊടുത്ത ഒരു ചിന്തയാണ്, നീ ദൈവപുത്രൻ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ
കർത്താവ് ഉപയോഗിച്ചൊരു പദം താഴെ കാണുന്നുണ്ട്, മനുഷ്യപുത്രൻ. ഞാൻ അങ്ങോട്ട് വരുന്നു. നീ ദൈവപുത്രൻ. ഇതുവരെ ഈ ഒരു വാക്ക് ആരും ഉപയോഗിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. നഥനീയേലിന് കിട്ടിയ വെളിപ്പാട് എത്ര അത്ഭുതകരം. നീ റബായി, നീ ഗുരുവാണ്, നീ ദൈവപുത്രനാണ്, നീ ഇസ്രയേലിന്റെ രാജാവ്. ഒരുപക്ഷെ നഥനീയേൽ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും, മശിഹയെക്കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരാളാണ് ഇസ്രയേലിന്റെ രാജാവായിട്ട് വരേണ്ടത്. നീ ഇസ്രയേലിന്റെ രാജാവാണ്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് തിരിക്കാം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? ഒരു ചോദ്യം അത്. ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറയുക കൊണ്ട് നീ വിശ്വസിക്കുന്നോ? എന്താ ഈ അത്തിയുടെ കീഴിലെ പ്രത്യേകത? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 4-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ദാൻ മുതൽ ബേർശാബ വരെയും ഓരോരുത്തൻ താണ്ടാന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു. ഇത് ശലോമോന്റെ ഭരണകാലത്തുള്ള നാട്ടിലെ വ്യവസ്ഥിതിയാണ്. ആ വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓരോരുത്തൻ താണ്ടാന്റെ മുന്തിരികളുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു. അത് ശലോമോന്റെ ഭരണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കാര്യം ഓർക്കണം, അന്ന് യുദ്ധമില്ലായിരുന്നു. ആരും യുദ്ധത്തിന് പോകണ്ട, സ്വൈര്യമായി സന്തോഷത്തോടെ വസിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവർ ഈ അത്തിയുടെ കീഴിലിരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഈ ശലോമോന്റെ കാലത്ത് വളരെയധികം സങ്കീർത്തനങ്ങൾ ഉണ്ടായ കാലമാണ്. കാരണം ദാവീദിന്റെ ഭരണകാലമാണ് തൊട്ടു മുമ്പ്. അനവധി സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദാണ്. ആ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത, വളരെ കാവ്യഭംഗിയുള്ള ഗീതങ്ങളായിരുന്നു. നമ്മൾ പറയുന്ന സോഡാ പാട്ടുകളല്ല, ആശയമുള്ള പാട്ടുകളാണ്. ഭാഷ വളരെ മനോഹരമായ ശൈലിയായി, കവിതയായി. രണ്ടാമത്, ആ പാട്ടുകൾക്ക് ട്യൂൺ ചെയ്തത് ലോകപ്രസിദ്ധരായ സംഗീതജ്ഞരാണ്. ആസാഫ്, ഹേമാൻ, യദൂദാൻ. അവർ വളരെ പ്രസിദ്ധരായ സംഗീതജ്ഞരായിരുന്നു. എന്ന് പറഞ്ഞാൽ ട്യൂൺ ഉണ്ടാക്കാൻ കഴിവുള്ളവരായി. ആ പാട്ടുകൾ അവരും അവരുടെ മക്കളും വളരെ ഭംഗിയായി പാടുമായിരുന്നു. ഒരു വലിയ കോയർ ഉള്ളതായിട്ട് നമുക്കറിയാം. ആ പാട്ടുകൾ ദാവീദും ശലോമോനും അതുപോലെ കോരഹപുത്രന്മാരും ആസാഫും ഒക്കെ എഴുതിയ സങ്കീർത്തനങ്ങൾ അവർ കാണാതെ പഠിച്ച് ഇങ്ങനെ വിശ്രമവേളയിൽ അവർ ഒച്ചത്തി പാടുമായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ആ പാട്ടുകൾ ഹൃദയത്തിനും മനസ്സിനും സന്തോഷിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ നഥനയേല് അത്തിയുടെ കീഴിലിരുന്ന് ഈ പാട്ടുകൾ പാടുകയായിരുന്നു. പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഒരുപക്ഷെ കർത്താവ് അത് ശ്രദ്ധിച്ചു കാണും.
ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് വേദപുസ്തകം വായിക്കുകയായിരുന്നു, പഴയ നിയമം വായിക്കുകയാണ്. എനിക്കതിനോട് വലിയ യോജിപ്പില്ല. കാരണം പഴയ നിയമ പുസ്തകങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇന്നത്തെ പോലെ സുലഭമല്ല. എന്നാൽ ഈ പാട്ടുകൾ പിള്ളേരെ പഠിപ്പിക്കും, ചെറുപ്പത്തിലെ പഠിപ്പിക്കും. അവരിത് പാടി. നഥനയേൽ ഒരു പക്ഷേ ഈ അത്തിയുടെ കീഴിലിരുന്ന് പാട്ടുപാടി സന്തോഷിക്കുന്നത് നമ്മുടെ കർത്താവ് കണ്ടു കാണും. ഇനി ഇതിന് കൂടുതൽ തെളിവെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ആ കാര്യം ശ്രദ്ധിച്ചു. നമ്മള് ഭവനത്തിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും ക്രിസ്തീയ ഗാനങ്ങൾ ഉയരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ യുവാവായിരുന്ന കാലത്ത്, ഇപ്പം ഞാൻ വൃദ്ധനാണ് കേട്ടോ, യുവാവായിരുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ 4 പിള്ളേരുണ്ട്. എൻ്റെ 2 പിള്ളേരും എൻ്റെ അനുജൻ്റെ 3 പിള്ളേരും. അവര് 5 പേരും കൂടെ ഇരുന്ന് വൈകിട്ട് ഉറക്കെ പാട്ട് പാടും. ഞങ്ങളുടെ വീടിനടുത്തൊരു തോടുണ്ട്, നല്ല വെള്ളം ഒഴുകുന്ന തോട്. ആ തോട്ടിൽ കുളിക്കാൻ അയൽവക്കക്കാർ പലരും വരും. അവര് ഈ പാട്ട് ശ്രദ്ധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ചെറിയാൻ സാർ എഴുതിയ പുതിയ പാട്ടുകൾ മിക്കവാറും ആദ്യം എത്തുന്നത് അരിപ്പറമ്പില്ല. KK ചാക്കോച്ചനത് കൊണ്ടുവരും. അദ്ദേഹം പിള്ളേരെ പഠിപ്പിക്കും. പിള്ളേർ ഈ പാട്ട് പാടും. ഒരു ദിവസം ആ പാട്ട് കേട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് ചോദിക്കും, നിങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കും, അല്ല എന്ത് പറ്റുമെന്ന് ചോദിക്കും. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ നിന്ന് പാട്ട് കേൾക്കാറുണ്ടോ? പാട്ട് പാടാൻ നേരമുണ്ട്. ആരും ഉത്തരവൊന്നും പറയണ്ട, ഓർത്താൽ മതി. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. കർത്താവ് അത് നോട്ട് ചെയ്തു. ആ വാക്ക് ശ്രദ്ധിക്കുക. നീ അത്തിയുടെ 50-ാം വാക്യം, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? രസകരമായ ഒരു ചോദ്യമാണ്. ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ മനോഹരമായ പാട്ട് എൻ്റെ ചെവിയിലെത്തി. ദാവീദിന്റെയോ കോരകൂത്തന്മാരുടെയോ ആസാഫിന്റെയോ പാട്ടുകളാണ് നീ പാടിയത്. എനിക്കത് വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്? അടുത്ത വാചകം ശ്രദ്ധിക്കുക. നീ ഇതിനേക്കാൾ വലിയത് കാണും. നീ ഇതിനേക്കാൾ വലിയത് കാണും. എന്താ ഇതിനേക്കാൾ വലുത്? ഇനിയും നീ അങ്ങോട്ട് കാണാൻ പോകുന്നത് നീ ഭാവന ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ. ആ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ 51-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ ഞാനും ഇത് സമ്മതിക്കുന്നു, അങ്ങനെ തന്നെ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മുടെ കർത്താവിന്റെ ഒരു പേരാണ് ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കിത് കാണാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല സ്ഥലത്ത് ആമേൻ ആമേൻ എന്നുള്ള പ്രയോഗം കാണാം. ഇതിന്റെ അർത്ഥം, ഒന്ന്, പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, ആളുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, അത് സത്യമാണ്. അതാണ് അത് സത്യമാണെന്ന് ഉറപ്പിക്കുക. മമ്മി തൊടണ്ട മമ്മി, ഞാൻ ശരിക്കും അറിയാം, കേൾക്കുന്നത് കേട്ടാ മതി. ഉദാഹരണം ഇവിടെ തന്നെയുണ്ട്.
അപ്പച്ചോ കേൾക്കുന്നില്ല. അങ്കിള് മ്യൂട്ടഡ് ആണ്, അത് മൈക്ക് ഓൺ ചെയ്യണം. ഇനിയും സംസാരിച്ചോ. സ്വർഗം തുറന്നിരിക്കുന്നതും നീ കാണാൻ പോവാ. സ്വർഗം തുറന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇത് വിശ്വസിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഒരാള്, യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾക്ക് ഇതൊരു അത്ഭുതമാണ്. ഇവരെന്താ ഭ്രാന്താ പറയുന്നത്? സ്വർഗം തുറക്കും പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നഥനിയേൽ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ? നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതിൽ ഒരാളാണ് നഥനിയേൽ. പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് പോകുന്നത് കണ്ടിട്ട് ഒരു മേലോട്ട് നോക്കി നിൽക്കുകയാണ്. ആ ശിഷ്യന്മാര് മേലോട്ട് നോക്കി നിൽക്കുക. ആരും കീഴോട്ട് നോക്കുന്നില്ല. അവരുടെ കണ്ണവിടുന്ന് പറിക്കുന്നില്ല. അടുത്ത് നിന്ന് ചില ദൂതന്മാർ ഇവരെ വിളിക്കുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നമുക്ക് എന്നെ അടുത്ത വാക്യം അറിയാം. നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു കയറിപ്പോയതുപോലെ തിരികെ വരും. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വലിയ കാര്യങ്ങൾ അവർ കാണാൻ പോവുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയ കർത്താവ്. നാലാം അധ്യായത്തിലേക്ക് വന്നാൽ രാജഭർത്യന്റെ മകന് സൗഖ്യം കൊടുക്കുന്നു ദൂരെ ഇരുന്നുകൊണ്ട്. 5-ാം അധ്യായത്തിലേക്ക് വന്നാൽ 38 കൊല്ലം ബെത്സയിദ കുളത്തിന്റെ കരയിൽ കിടന്ന മനുഷ്യൻ. യെരൂശലേം നിവാസികൾക്കെല്ലാം ഇവനെ പരിചയം. അവൻ അവന്റെ കിടക്കയും എടുത്ത് നടക്കുകയാണ്. ദേവാലയം വരെ നടന്നു. ഇനി ഇതിനേക്കാൾ നീ വലുത് കാണാൻ പോവുക. അതിനോട് പറയാണ്, നീ ഇനിയും ഇതിനേക്കാൾ വലുത് കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും. അടുത്തത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. ശിഷ്യന്മാര് കണ്ടോ? സ്വർഗം തുറന്നവർ കണ്ടോ? ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവർ കണ്ടോ? നാം മുന്നോട്ട് വായിക്കുമ്പോൾ അനേക സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ വാക്യം 51-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് കണ്ട ദർശനത്തെ കുറിച്ച് നാം വായിക്കുന്നു. ആ ദർശനത്തിലെ ഒരു വാക്ക് ഇവിടെയില്ല. ആ ദർശനത്തിൽ ഒരു ഗോവണി ഉണ്ടായി. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഗോവണി. ആ ഗോവണി എന്നൊരു വാക്ക് ഇവിടെയില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവാണ് ആ ഗോവണി. അവനാണ് സ്വർഗം തുറന്നത്. അവനാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധിപ്പിച്ചു തന്നത്. സ്വർഗത്തിലെ ദൂതന്മാർ അവനിൽ കൂടാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അവന്റെ നിർദ്ദേശം, അവന്റെ വാക്കനുസരിച്ച്. ഞാൻ ഓർപ്പിക്കട്ടെ,
യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിച്ചു. വാസ്തവമായി യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ്, അവൻ മാത്രമാണ് എൻ്റെ ദൈവം എന്ന് കർത്താവുമായി ഉടമ്പടി ചെയ്തവർ അവരെത്ര ഭാഗ്യവാന്മാരാണ്. നമുക്കറിയാം, പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്തെഫാനോസിനെ കാണുന്നുണ്ട്, മരിക്കുക, അതും ക്രൂരമായ മരണം. അവനെ ദൈവം കാണിച്ചു കൊടുത്തു, സ്വർഗം തുറന്നിരിക്കുന്നു. അവിടെ അവനെ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് നിൽക്കും. എത്ര മനോഹരവും ശ്രേഷ്ഠവുമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച നമ്മുടെ സ്വന്തമാകണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യണം. എന്താണ് ഉടമ്പടി? ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത്, ഈ ഭൂമിയിൽ ജീവിച്ചത്. അവസാനം എൻ്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് കാൽവറിലെ ക്രൂശിൽ മരിച്ചു. എനിക്ക് വേണ്ടിയാണ് ഞാൻ സമ്മതിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞാനിത് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ നീ മാത്രമാണ് എൻ്റെ ദൈവം, വേറെ ആരും എൻ്റെ ദൈവമല്ല, നീ മാത്രമാണ് എൻ്റെ ദൈവം. കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്താൽ ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഓർപ്പിക്കട്ടെ, തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കാം. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ രംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എത്ര അനുഗ്രഹീതമായ ഒരു പ്രത്യാശയുടെ ഒരു രംഗമാണ് 1-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? ഈ കർത്താവിനായി ജീവിക്കാൻ മനസ്സുണ്ടോ? ഒരു തീരുമാനമെടുത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. അതിൻ്റെ ഉറപ്പിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എടുക്കും. ഇനി 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കട്ടെ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ട്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായി. ഗലീലയിലെ കാന, അങ്ങനെയാണ് പുതിയ നിയമത്തിൽ ഈ സ്ഥലത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ആശേർ ഗോത്രത്തിന് കൊടുത്തൊരു സ്ഥലമാണ് ഈ കാന. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവിടെ കാന എന്നൊരു സ്ഥലം. ഞാൻ ഓർപ്പിച്ചത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ സ്ഥലമുണ്ട്. ഇത് ഭാവനയിൽ എഴുതിയതല്ല, ഇമാജിനേഷൻ അല്ല, ഇത് യാഥാർത്ഥ്യം. 2, 3-ാം നാൾ. എന്താ ഈ 3-ാം നാൾ എന്ന് എഴുതാൻ കാരണം? നഥനയേലുമായുള്ള സംഭാഷണം കഴിഞ്ഞ് 3-ാം നാൾ. ആ തീയതി വളരെ കൃത്യമായി എഴുതിയിരിക്കുക. യോഹന്നാന്റെ ഭാവനയല്ല, വസ്തുത യോഹന്നാൻ എഴുതുക. കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായി. ഒരു ചെറിയ വാക്കാണ്, ഒരു ചെറിയ വാചകമാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായി. നമുക്കറിയാം,
മറിയയാണ് ആ സ്ത്രീ. അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ അമ്മ. നഥനിയേൽ പറഞ്ഞു, നീ ദൈവപുത്രൻ. ഏത് വാക്ക് അവിടെ എഴുതണമായിരുന്നു? ദൈവപുത്രന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നല്ല എഴുതിയിരിക്കുന്നു. മശിയയുടെ അമ്മ ഉണ്ടായിരിക്കുന്നല്ല എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ അമ്മയുണ്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ആ വാക്ക് അവിടെ രേഖപ്പെടുത്തി. ഇനിയും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് ആ വാക്കൊന്ന് നോക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഇവർ എല്ലാവരും സ്ത്രീകളോടും, അടുത്ത വാക്ക്, യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. നാം വായിക്കുന്നതാണ് യേശുവിൻ്റെ അമ്മയായ മറിയ. ദൈവപുത്രന്റെ അമ്മയെന്നല്ല അവിടെ എഴുതിയിരിക്കും. ക്രിസ്തുവിന്റെ അമ്മയെന്നല്ല അവിടെ എഴുതിയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം, കാലം കഴിയുമ്പോൾ അനേകര് യേശുവിനേക്കാൾ വലിയ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കും. ഇന്ന് ചില ആളുകൾ പറയുന്ന സഹരക്ഷകയാണ്. സഹരക്ഷകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവിന് കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം കൊടുത്ത് ദൈവമായി ആരാധിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം. ദൈവവചനം പറയാണ്, യേശുവിൻ്റെ അമ്മ മറിയ. യേശുവിൻ്റെ അമ്മ മറിയ. മറ്റ് ശിഷ്യന്മാരുടെ കൂടെ, അപ്പോസ്തലന്മാരുടെ കൂടെ ഒരു വ്യക്തിയായിട്ട് നമുക്കവിടെ കാണാം. അങ്ങനെയാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു കല്യാണം ഉണ്ടായി, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വാചകം, 2-ാം വാക്യം, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അമ്മയെ കല്യാണത്തിന് ക്ഷണിച്ചോ? അമ്മ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചുള്ളൂ. എന്താ കാരണം? അമ്മ ആ വീടുമായിട്ട് വളരെ അടുത്തയാളായിരുന്നു. വിളിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് എൻ്റെ അനുജന്റെ മകന്റെ കല്യാണത്തിന് എന്നെ വിളിക്കണം. ആ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ വാചകത്തിൽ നമുക്കറിയാം. അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആ ക്ഷണിച്ച വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇത് വലിയ സൗകര്യമുള്ള വീടല്ല. യേശുവിനെ ക്ഷണിച്ചു, സത്യം. എന്നാൽ ശിഷ്യന്മാരെ കൂടെ ക്ഷണിക്കണം. ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് 6 പേരുണ്ട്. 1-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിന്റെ 5 ശിഷ്യന്മാരും പേരെഴുതാത്ത ഒരാൾ കൂടിയുണ്ട്, യോഹന്നാനും കൂടിയുണ്ട്. 6 പേര്. അവര് വളരെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം.
യേശുവിനെ വിളിച്ചാൽ പോരാ, അവന്റെ ശിഷ്യന്മാരെ കൂടെ വിളിക്കും. അവന്റെ ശിഷ്യന്മാരെ കൂടെ വിളിക്കും. ഈ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, കല്യാണത്തിന് വിളിച്ചപ്പം തന്നെ കർത്താവിനറിയാം ഇവരെനിക്കൊന്നും തരികയില്ല, ഞാൻ അവർക്ക് കൊടുക്കും. മറ്റൊരു കാര്യം, ആ വീട് അനുഗ്രഹിക്കപ്പെടുവാൻ അവർക്ക് ഏറ്റവും വലിയ അഭിമാനം ഉണ്ടാകുവാൻ കാരണം യേശുവിനെ ക്ഷണിച്ചതാണ്. ഇതെല്ലാം സുവിശേഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ ദൈവവചനം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ മുട്ടലിന്റെ ശബ്ദം കേൾക്കാം. വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അവർ തീരുമാനിച്ചു യേശുവിനെയും ശിഷ്യന്മാരെയും കൂടെ വിളിക്കണം. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 3-ാം വാക്യത്തിൽ അവിടുത്തെ പ്രശ്നം നമ്മൾ വായിക്കുന്നുണ്ട്. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. രണ്ടാമതും ആ വാക്ക് ആവർത്തിക്കുകയാണ് യേശുവിൻ്റെ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. കർത്താവിനെ ഓർമ്മിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആ വീടുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് യേശുവിൻ്റെ അമ്മ. ആ വീട്ടിലെ ബുദ്ധിമുട്ട്, ഇല്ലായ്മ, ഇപ്പോഴുണ്ടായ പ്രതിസന്ധി ശരിക്കും മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അടുത്തത്, യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാചകമാണ്. അവിടെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? പഴയ നിയമത്തിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ 1-2 എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിലൊരു ചോദ്യം യെസ്രയുടെ പുസ്തകം 4-ാം അധ്യായമാണ്. അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതിന് സെരുബ്ബാബേലും യോശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. യെരുശലേം ദേവാലയം പുതുക്കി പണിയാൻ പോവുകയാണ്. ആ പ്രവാസികൾ ദേവാലയം പണിയാൻ തീരുമാനിച്ചു. ദേശനിവാസികളെന്ന് പറഞ്ഞു, ഞങ്ങളും കൂടെ കൂടി പണിയട്ടെ. അതിന് യോശുവയും സെരുബ്ബാബേലും പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ദൈവത്തിന്റെ ആലയം, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ഒരു കാര്യവും. ഇത് എനിക്ക് രസകരമായിട്ട് തോന്നി. മറ്റൊന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ
12-ാം വാക്യം, 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അനന്തരം മിപ്താഹ് അമ്മോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്കെന്ത് കാര്യം? എന്നോട് നിനക്കെന്ത് കാര്യം? അമ്മയോട് പറഞ്ഞു, നമുക്കെന്താ ഇത് കാര്യം? നമുക്കെന്താ ഇത് കാര്യം? ഈ കാര്യത്തിൽ ഇപ്പം ഇടപെടേണ്ട കാര്യം എന്താണ്? അമ്മ പറഞ്ഞ വാക്കനുസരിച്ചല്ല പ്രവർത്തിച്ചത്. നമുക്കങ്ങനെ തോന്നും. എന്നാൽ ആ വാക്യം ശ്രദ്ധിക്കുക. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നില്ല. എന്താ? എന്റെ നാഴിക ഇതുവരെ വന്നില്ല. 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ ഒരു വാക്ക് പറയുന്നിരിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ. ാം വാക്യത്തിൽ ദൈവപുത്രൻ. 51-ാം വാക്യത്തിൽ കർത്താവ് തന്നെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ. ഈ മനുഷ്യപുത്രനാണ് കർത്താവിന് 2 പേരും. ഒന്ന് ദൈവപുത്രൻ, താൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ആ സമയത്ത് എടുത്ത പേരാണ് മനുഷ്യപുത്രൻ. ഞാൻ ഒരു ബൈബിളിൽ നോക്കിയപ്പോൾ, ഒരു കമന്ററി നോക്കിയപ്പോൾ 80-ലധികം പ്രാവശ്യം കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചത് മനുഷ്യപുത്രൻ. ഒരിക്കൽ കെ ജി കുരിശൻ ആ അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. താൻ ആരുടെയും പുത്രനാണ്, ഒരു മനുഷ്യന്റെയും പുത്രനാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം അരിപ്പറമ്പിൽ ക്ലാസ് എടുക്കുന്ന കാലത്ത് ഞാൻ അറ്റൻഡ് ചെയ്തു. താൻ പറഞ്ഞൊരു വാക്കുണ്ട്, താൻ ഒരു മനുഷ്യന്റെയും പുത്രനാണ്. ഒരു വാക്കൂടെ പറയട്ടെ, മനുഷ്യപുത്രന് ആരംഭം, ദൈവപുത്രന് ആരംഭം. ഇനിയും വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരട്ടെ. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള അനേക പ്രയോഗങ്ങൾ നമുക്ക് കാണാം. 6-ാം അധ്യായത്തിലുണ്ട്, 8-ാം അധ്യായത്തിലുണ്ട്, 12-ാം അധ്യായത്തിലുണ്ട്. അവർക്ക് കാണാം എന്റെ നാഴിക വന്നിട്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പിതാവ് അനുവദിച്ച അനുവാദത്തിന്റെ നാഴിക വരണം. സകല കാര്യത്തിലും മനുഷ്യപുത്രൻ പിതാവിനെ അനുസരിച്ചു. ഓരോ പ്രവൃത്തി ചെയ്യുന്നതും പിതാവിന്റെ അംഗീകാരവും സമ്മതവും കിട്ടിയിട്ടാണ്. കർത്താവ് പറയാണ്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഞാനിത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന്, ഞാൻ മനുഷ്യനായ നിലയ്ക്ക് എപ്പോഴാ ചെയ്യേണ്ടെന്ന് പിതാവ് തീരുമാനിക്കും. ആ നാഴിക ഇതുവരെ വന്നിട്ട് പ്രശ്നമുണ്ട്. ആ പ്രശ്നം എപ്പം പരിഹരിക്കണം എന്ന് പിതാവ് നിശ്ചയിച്ചൊരു നാഴികയുണ്ട്. ആ നാഴിക വരുമ്പോൾ ഞാൻ ചെയ്തിരിക്കും. അടുത്ത വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. അടുത്ത 5-ാം വാക്യം, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് അമ്മ ഒഫൻഡഡ് ആയോ? ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അമ്മ ഒഫൻഡഡ് ആയിട്ട്. അമ്മ ചെന്ന്
ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഞാൻ ഓർപ്പിക്കട്ടെ, കൽപ്പിക്കാനുള്ള അധികാരം ആർക്കാണ്? കൽപ്പിക്കാനുള്ള അധികാരം ആർക്കാണ്? അമ്മയ്ക്കാണോ യേശുവിന്? ഞാൻ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് കൽപ്പിക്കാൻ അധികാരമില്ല. മകന്, മനുഷ്യപുത്രനെ കൽപ്പിക്കാൻ അധികാരമുണ്ട്. എപ്പോ? പിതാവ് അനുവദിക്കുന്ന ആ സമയത്ത്. ഞാൻ ഓർപ്പിക്കട്ടെ, പിതാവും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം, അനുസരണത്തിന്റെ ബന്ധം എത്ര ദൃഢതയായി. പിതാവ് അനുവദിക്കാതെ താൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ വലിയൊരു തെളിവിടെ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്, അമ്മ ശിഷ്യന്മാരോട് പറഞ്ഞു, കൽപ്പിക്കാൻ അധികാരം അവനാണ്. അവൻ നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും ചെയ്തോ. അവൻ നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും ചെയ്തോ. ഞാൻ ഈ വാക്യം ചിന്തിച്ചപ്പോൾ 6-ാം അധ്യായത്തിലെ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കിടാൻ ആഗ്രഹിക്കുക. 6-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യങ്ങളൊന്ന് വായിക്കും. 6-ന്റെ 28ഉം 29. 28-ാം വാക്യം എന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഭക്തരായ ആളുകളെന്ന് വേണേൽ ഒരു വിധത്തിൽ പറയാം. അവർ ആത്മാർത്ഥമായി കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്താൽ പിതാവ് പ്രസാദിക്കും, ദൈവം പ്രസാദിക്കും? അതിന്റെ മറുപടി, കർത്താവ് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. 29-ാം വാക്യം: ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്ര. പിതാവ് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് പിതാവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി. പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി പിതാവ് അയച്ച പുത്രനിൽ, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക. അതിന്റെ ഒറ്റ വാക്കാണ് സുവിശേഷം. സുവിശേഷം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓരോ വാക്കുകളും സുവിശേഷത്തിലേക്കാണ് നീളുന്നത്. അമ്മ ശിഷ്യന്മാരോട് പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു, അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്തോണം. കൽപ്പിക്കാനുള്ള അധികാരം അമ്മയ്ക്കില്ല, നമ്മുടെ കർത്താവിന് മാത്രമേ. അവൻ എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും. അടുത്ത വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 6-ാം വാക്യം: അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായി. ഈ കൽപ്പാത്രം വീട്ടിലെ ആവശ്യത്തിനുള്ളതല്ല, സിനഗോഗിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. കല്യാണ വീട്ടിൽ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇവർക്ക് വളരെ കഴിവുകളുണ്ടാകും. അവർ കുറെ പ്രമാണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയൊക്കെ എങ്ങനെ കഴുകണമെന്ന് അവരുടെ റബ്ബായിമാർ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേണം ചെയ്യാൻ. പാത്രങ്ങളൊക്കെ കഴുകുന്നു. കല്യാണ വീട്ടാണെങ്കിൽ ഇതിനൊക്കെ വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് സിനഗോഗില് കൽപ്പാത്രം എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടു. അവിടെ ഉണ്ട് ആ കൽപ്പാത്രം. അടുത്ത വാക്ക് നാം വായിക്കുന്ന ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന
6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. 7-ാം വാക്യം, യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവർ വക്കോളം നിറച്ചു. അവർ വക്കോളം നിറച്ചു. കർത്താവ് പറഞ്ഞ കാര്യം ഈ പ്രിയപ്പെട്ടവർ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. പകുതിയായപ്പോൾ നിർത്തിയില്ല. എന്തോ ഒരു കൃത്യതയാണ് ദൈവവചനത്തിലുള്ള. അവർ വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ ഇനിയും അതിനകത്ത് നിറയ്ക്കാൻ സ്ഥലമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ആവശ്യം വീഞ്ഞാണ്. ഇവരിത് അറിഞ്ഞോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആവശ്യം വീഞ്ഞാണ്. ഇവിടെ നിറച്ചത് വെള്ളം, അത് വക്കോളും നിറച്ചു. ആരുടെ കിണറ്റിലെ വെള്ളം? ഈ കല്യാണ വീട്ടിലെ ആ വീട്ടുകാരന്റെ വീട്ടിലെ വെള്ളം, അത് വക്കോളം നിറച്ചു. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ചോദ്യം ചെയ്യാതെ ദൈവകൽപ്പന അനുസരിക്കുന്നത് ഭാഗ്യമാണ്. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകും. എന്തിനാ ഇപ്പൊ ഇത് എന്നോട് പറഞ്ഞത്? ഇവിടുത്തെ ആവശ്യം ഇതാണോ? അങ്ങനെയുള്ള ഒരു ചോദ്യവും നമ്മുടെ കർത്താവിനോട് ചോദിക്കുക. അവൻ എന്ത് കൽപ്പിച്ചോ അത് പൂർണ്ണമായി അനുസരിക്കുക. അങ്ങനെ പൂർണ്ണമായി അനുസരിച്ചാൽ അതിൻ്റെ മാധുര്യം വളരെ വലുതാണ്. അനേകർക്കത് മാധുര്യം പങ്കിടും. അനേകർക്ക് ആശ്വാസദായകമായിരിക്കും. അനേകരുടെ ഓർമ്മയിൽ അത് നിൽക്കും. അനുസരിക്കാൻ മനസ്സുണ്ടോ? ഇവര് ചെയ്തതുപോലെ കർത്താവിന്റെ കൽപ്പന പൂർണ്ണ മനസ്സോടെ വക്കോളം നിറയ്ക്കാൻ അവർ അനുസരണം കാണിച്ചു. ഇനിയും തീർന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിലേക്കൂടെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ, പൂർണ്ണമായി അനുസരിക്കാൻ നമുക്ക് മനസ്സുണ്ട്. നമ്മുടെ അനുഗ്രഹമില്ലായ്മയുടെ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ കർത്താവിന്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കാൻ മനസ്സില്ലായ്മ. കർത്താവിനെ കുറിച്ച് നമുക്കറിയാം, അവൻ ദൈവപുത്രനാണ്, മനുഷ്യപുത്രനായി വന്നത്. നാളെ രാജാവാകാൻ പോവുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, സകലത്തിൻ്റെയും നാഥനാണ്. ആ നാഥന്റെ കൽപ്പന അനുസരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവം വളരെ അനുഗ്രഹിക്കും. വളരെ നന്മകൾ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.